എനിക്കും സ്നേഹവും ബഹുമാനവും ഒന്നും അല്ല വേണ്ടത്. അയ്യപ്പൻ എന്ന വാക്ക് കേൾക്കുമ്പോ ഉള്ള പേടിയാ. കേട്ടോടി, മുന്നിൽ പോടി. ഗ്ലോറിക്ക് ഇനി നിൽക്കണമെങ്കിൽ നിൽക്കാം. ഈ മനുഷ്യനെ ഞാൻ തടയില്ല. അവളുടെ ഒരു ആഫീസ്, നാട്ടുകാരുടെ നിന്ന് കക്കാനും തട്ടിപ്പറിക്കാനും ഒക്കെ ആഫീസ് തുടങ്ങാമെങ്കിൽ എന്റെ നാട്ടിലെ കള്ളം മേലായതിനും തുടങ്ങാം ആഫീസ്. എവളെക്കോലും വലിയ ആഫീസ്. ഹോസ്പിറ്റലിൽ നിന്നും വരുന്ന ദിവസം തന്നെ മോൻ ഇങ്ങനെ ഒരു കാര്യം ചെന്ന് സംസാരിക്കാന്ന് വെച്ചാൽ തൽക്കാലം സംസാരിക്കുന്നില്ല. ഇനി അങ്കിളിന് ഓഫീസിൽ വരാം, കാര്യങ്ങൾ നോക്കി നടത്തുകയും ചെയ്യാം. ഞാൻ മാറുന്നു, അത്രേ ഉള്ളൂ. ആദർശ് ടെൻഡറിൽ നിന്ന് പിന്മാറുന്നു പറഞ്ഞ ദിവസം തന്നെ ഞാൻ ആലോചിച്ചതാ. ഹോസ്പിറ്റലിൽ കിടക്കുന്നവർ മര്യാദ കാണിച്ചില്ലെങ്കിലും അവരോട് നമ്മൾ മര്യാദ കാണിക്കണമല്ലോ. നാളെ ഗ്ലോറിയുടെ ഓഫീസ് ഉദ്ഘാടനമാണ് എന്ന് പറഞ്ഞാൽ ദേവ് അസോസിയേഷന് മുകളിൽ അവൾ ഉയരുന്ന ദിവസം. മറ്റാരത് കാര്യമാക്കിയില്ലെങ്കിലും എനിക്കത് എന്റെ തോൽവിയാണ്. മോനെ, നിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യുകയല്ല. ഇപ്പൊ പോരാൻ തീരുമാനിച്ച അത് നിസ്സാര വിഷമം അല്ല ഉണ്ടാക്കുക. കൂടുതൽ കാര്യങ്ങളൊന്നും അന്വേഷിച്ചില്ലെങ്കിലും വെറുതെ ഒരാളായി നിന്നൂടെ? സൗകര്യം പോലെ ദേവേട്ടനോട് സംസാരിച്ചിട്ട് സമ്മതത്തോടെ വേണം മാറാൻ. എന്റെ പ്രശ്നം അത് തന്നെ അമ്മേ. എനിക്ക് എല്ലാ പ്രശ്നങ്ങളിലും വെറുതെ ഒരാളായി നിൽക്കാമായിരുന്നു. പകരം എന്റെ പ്രശ്നങ്ങൾ മാറ്റിവെച്ച് ഞാൻ എല്ലാ ടെൻഷനും ചുമന്നു, സന്തോഷത്തോടെ. കൂലി ചിന്തിച്ചില്ല, കിട്ടിയത് എണ്ണിയതുമില്ല. പക്ഷെ ഇപ്പോ ആദർശ്, ആദ്യം ഞാൻ തന്നെ ആദർശിനോട് ഇത് പറഞ്ഞതാ. പക്ഷേ യമുന ആന്റിക്ക് കൊടുത്ത വാക്കാണ് അങ്കിൾ പാലിച്ചതെന്ന് അറിഞ്ഞപ്പോ അങ്കിളിനെ കുറ്റപ്പെടുത്താനും തോന്നുന്നില്ല. ദീപ, ഓരോ ബിസിനസ്സുകാരനെയും വീട്ടിൽ കരയാനറിയാവുന്ന അമ്മയും ഭാര്യയും പെങ്ങളും ഒക്കെയുണ്ട്. അവരുടെയൊക്കെ ഓരോ സങ്കടങ്ങൾക്കും ഒരു വാക്ക് കൊടുത്താൽ അവൻ പിന്നെ പടുകുഴിയില്ല. നമ്മൾ തമ്മിലുള്ള പ്രശ്നം ഏറ്റവും രൂക്ഷമായ അവസ്ഥയിൽ നിൽക്കുമ്പോഴും എന്റെ മുമ്പിലുള്ള ഫയലുകളെ കുറിച്ച് വ്യക്തതയുണ്ടായിരുന്നു എനിക്ക്. ഒരക്കം പിഴച്ചിട്ടില്ല എനിക്ക്. ആ കൃത്യതയാ ബിസിനസ്സിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഘടകം. ഇന്ന് ദേവ് അസോസിയേറ്റ്സിന് ഇല്ലാത്തതും ഗ്ലോറിക്കുള്ളതും അതാണ്. ഒരു ശവവണ്ടി വലിക്കാൻ ആർക്കും താല്പര്യം കാണില്ലല്ലോ. എന്തായാലും ഇപ്പൊ ചെന്നൊന്നും പറയണ്ട. ആ ദയവ് കൂടി മോൻ കാണിക്കണം. ആദർശ്, അങ്കിളിനോട് ക്ഷമിക്കണമെന്ന് തന്നെയാ ഞാനും പറയുന്നത്. മകനെപ്പോലെ ആദർശിനെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഇപ്പൊ താൻ കൊടുക്കുന്ന ഒരു രാജിക്കത്ത് മരണശിക്ഷയോളം വലുത് തന്നെയാ. ആദർശ് ഒന്ന് ആലോചിക്ക്. ദേവൻ അങ്കിളിനെ ആദർശിനെ വെറുക്കാനോ വിഷമിപ്പിക്കാനോ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മേ, മരുന്നൊക്കെ ഞാൻ ഓർത്തോളാം. ഏതെങ്കിലും നേരം മറന്നാ ഒന്ന് ഓർമ്മിപ്പിക്കണേ. ഇതെന്ത് പറ്റി അമ്മയ്ക്ക്? ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത് തീരെ ഇഷ്ടാവാത്ത പോലെ. അവിടെ അത്രയ്ക്ക് അങ്ങ് പിടിച്ചുപോയോ? എന്താ ഒന്നും മിണ്ടാത്തെ? ഞാനെന്ത് മിണ്ടാനാ? അയ്യോ, അങ്ങനെ തളരൊന്നും വേണ്ട. ചർച്ച കഴിഞ്ഞതോടെ രോഗിയെന്ന പദവി തീർന്നു. ആ എന്ന് പറഞ്ഞ എഴുന്നേറ്റ് എന്റെ കൂടെ ഒന്ന് വരണ്ട, ഞാൻ സമ്മതിക്കില്ല.
കുറച്ചു ദിവസത്തിനുള്ളിൽ അമ്മ ഞാൻ പഴയ ആളാക്കി മാറ്റില്ലേ? വിശ്വാസമില്ലേ അമ്മയ്ക്ക്? എന്ത് ചോദിച്ചാലും മിണ്ടാത്ത എന്താ? എന്താ മോളെ? ആ, വന്ന് കയറിയപ്പോ മുതൽ ഞാനിങ്ങനെ ഓരോന്ന് സംസാരിച്ചോണ്ടിരിക്കുക. ഈ അമ്മ ഒന്നും മിണ്ടുന്നില്ല. എന്തടോ, എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ എനിക്ക്? ഇല്ല. ICUവിൽ കിടക്കാന്ന് പറഞ്ഞാൽ ജയിൽ ജീവിതം തന്നെയാ. പുറത്തു വന്നാൽ പൊരുത്തപ്പെടാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാവും. എന്നാ അച്ഛനൊരു കാര്യം ചെയ്യാം. ഇവിടെ ഇരുന്ന് ശ്രീമതിയെ സാഹചര്യങ്ങളായിട്ടൊന്ന് പൊരുത്തപ്പെടുത്ത്. ഞാൻ കുറച്ച് ചായ ഇടാം. യമുനെ, മനസ്സിന് വല്ലാത്തൊരു പക